നിങ്ങൾ പലരും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതി ഫോളോ ചെയ്യുന്നവരായിരിക്കാം. അതായത് മാസാമാസമോ അല്ലെങ്കിൽ ആഴ്ച തോറുമോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ ഒക്കെ ഒരു തുടർച്ചയായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു കോർപ്പസ് ഒക്കെ ഉണ്ടാക്കി നമ്മൾക്ക് പണത്തിന് ആവശ്യം വരുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് അതിൽ നിന്ന് പിൻവലിക്കുന്ന രീതിയാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുക. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രമല്ല, മറ്റുള്ള എല്ലാ ഇൻസ്ട്രുമെന്റുകളിലും സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അല്ലെങ്കിൽ വിഡ്രോവൽ പ്ലാനുകൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ മ്യൂച്വൽ ഫണ്ടുകളിലാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നുള്ള രീതിയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള രീതിയിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന, ഒരു ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇപ്പോൾ ഉള്ളത്. അതിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഈ വീഡിയോ കാണാം. നിങ്ങൾക്ക് സ്ഥിര വരുമാനമില്ലാത്ത ഒരു അവസ്ഥ, അതിപ്പോൾ ജോലി ഇല്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് റിട്ടയർ ആയ ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ടെമ്പററി ആയിട്ട് നമുക്കൊരു ശമ്പളമോ മറ്റുള്ള വരുമാനങ്ങളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് തന്നെ അതിൽ നിന്നുള്ള ലാഭം എടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മളുടെ മാസച്ചെലവുകൾ നടത്തിക്കൊണ്ടുപോകാം എന്നുള്ളത് ആണ് പല ആളുകളും നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത്തരം കാര്യങ്ങളിൽ പ്രധാനമായിട്ട് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്, ഏറ്റവും എളുപ്പവും ഏറ്റവും കാര്യക്ഷമമായിട്ടും ലഭിക്കുന്നത് ബാങ്കുകളിൽ നിന്നും മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഫിക്സഡ് നിക്ഷേപങ്ങൾ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പലിശ വരുമാനമൊക്കെയാണ്. താരതമ്യേന പഴയ കാലത്തിൻ്റെ ഒരു രീതിയാണ്. പക്ഷേ പുതിയ കാലത്ത് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുക, അതിൽ നിന്ന് ഒരു നിശ്ചിത സമയം കൂടുമ്പോൾ പൈസ പിൻവലിച്ചുകൊണ്ട് നമ്മളുടെ മന്ത്ലി ആവശ്യങ്ങൾക്കായിട്ട് പണം കണ്ടെത്തുന്ന രീതിയാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുക. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ആഴ്ച കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ ഒക്കെ നമ്മളുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് നമ്മളുടെ താല്പര്യത്തിലുള്ള ഒരു എമൗണ്ട് താല്പര്യപ്പെടുന്ന ഒരു ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫണ്ടിൽ നിന്ന് കുറേശ്ശെയായിട്ട് പിൻവലിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പൊരുൾ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള നല്ല സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളുടെ ഒരു ഫലം അനുഭവിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ആളുകൾ കൺസിഡർ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ ഉപയോഗിച്ച് തന്നെയാണ്. മ്യൂച്വൽ ഫണ്ടുകളിലുള്ള സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ന് മുതലാണ് ആ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ ചെയ്യുന്നത്, അതുപോലെ എത്ര എമൗണ്ട് വെച്ചാണ് ചെയ്യുന്നത്, എത്ര കാലം കൂടുമ്പോഴാണ് നമ്മൾക്ക് പൈസ വേണ്ടത്, എത്ര കാലം വരെയാണ് നമുക്കത് തുടർന്ന് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ ആ ഒരു മനസ്സിലാക്കലിനനുസരിച്ച് ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്താൽ മാത്രമേ അത്രയും വലിയൊരു കോർപ്പസ് ഉണ്ടാക്കാനും അത് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനും പറ്റുള്ളൂ. ഈ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനാണ് മറ്റുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പോലുള്ള നിക്ഷേപങ്ങളെക്കാളും ഒക്കെ മികച്ചത് എന്ന് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ താരതമ്യേന ഒരു ദീർഘകാലത്തേക്ക് നിക്ഷേപിച്ചിട്ടുള്ളൊരു പദ്ധതി, ഇപ്പോൾ 5 വർഷമോ അതിൽ കൂടുതലോ കാലയളവിലേക്കൊക്കെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഒക്കെ നിക്ഷേപിച്ചിട്ടുള്ളൊരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്ന് കിട്ടുന്ന പലിശയേക്കാൾ കൂടിയ അല്ലെങ്കിൽ ഏകദേശം അതിന് ഇരട്ടിയോളമൊക്കെ വന്നേക്കാവുന്ന ഒരു ലാഭം നമുക്ക് കിട്ടിയേക്കാം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഒരു ലാഭം ഒരു ടാക്സ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ടാക്സ് എഫിഷ്യൻ്റ് ആയിട്ട് പിൻവലിക്കുക എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമ്മൾ പിൻവലിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് അതിൽ നിന്നുള്ള ലാഭവും അതിൽ നിന്നുള്ള കുറച്ച് മുതലും കൂടിയിട്ടുള്ളൊരു എമൗണ്ടാണ് കിട്ടുക. അതായത് യൂണിറ്റുകളാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മൾ വിൽക്കുന്ന സമയത്ത് ആ ഒരു യൂണിറ്റിൻ്റെ വില എത്ര കൂടിയോ അത് നമ്മളുടെ ലാഭമായിട്ടും, നമ്മൾ എത്ര രൂപയ്ക്കാണ് യൂണിറ്റ് വാങ്ങിയത് അത് നമ്മളുടെ മുതലായിട്ടും നമുക്ക് തിരികെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് താരതമ്യേന ലാഭം എന്നുള്ള കോമ്പണൻറ്റ് കുറച്ച് ചെറിയ അളവിലായിരിക്കും. കുറച്ച് സമയമായിട്ടുള്ള നിക്ഷേപമാണെങ്കിൽ താരതമ്യേന കുറഞ്ഞൊരു അളവിലായിരിക്കും ലാഭം. ആ ലാഭത്തിന് മാത്രമാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള SWP ടാക്സ് എഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്നത്. അതേസമയം
ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലും മറ്റുള്ള നിക്ഷേപങ്ങളിലും ഒക്കെ എങ്ങനെയാണ്, നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകളാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും അതിൻ്റെ ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അക്യുമുലേറ്റ് ചെയ്ത് തരും. അതിന് നമ്മൾ എല്ലാ വർഷവും നമ്മളുടെ ടാക്സ് സ്ലാബിനനുസരിച്ചുള്ള ഒരു ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7% പലിശ കിട്ടുന്ന ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരാൾക്ക് എഫക്റ്റീവ്ലി അയാളുടെ ടാക്സ് ബ്രാക്കറ്റ് ഉയർന്നതാണ് എന്നുണ്ടെങ്കിൽ 5.4% മാത്രമേ അയാൾക്ക് പലിശയായിട്ട് എഫക്റ്റീവ് പലിശയായിട്ട് കിട്ടുള്ളൂ. ബാക്കി 1.6% അയാളുടെ ടാക്സിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അതിലുണ്ട്. അത് ഒഴിവാക്കുന്നതിന് ഒരു പരിധി വരെ ഈ മ്യൂച്വൽ ഫണ്ടിലെ SWP പദ്ധതികൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ SWP ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ കാൽക്കുലേഷൻ കൃത്യമായിട്ട് പലർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറേ ചോദ്യങ്ങൾ കണ്ടതുകൊണ്ട് ആ കാൽക്കുലേഷനും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന ഉദാഹരണത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് 4% റൂള് എന്ന് പറയുന്നൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്. 4% റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഒരു കോർപ്പസിൻ്റെ 4% നമ്മൾ വാർഷികമായിട്ട് പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ തുക തീരാതെ തന്നെ നമ്മളുടെ എത്രയും കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ 4% റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം 1 ലക്ഷം രൂപ ചിലവ് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 3 കോടി രൂപയുടെ ഒരു ആസ്തി ഉണ്ടാവണം. അതിൽ നിന്ന് 4% നമ്മൾ പിൻവലിക്കുമ്പോൾ അത് നമ്മൾക്ക് ഓരോ വർഷവും 12 ലക്ഷം രൂപ, അതായത് ഒരു മാസം 1 ലക്ഷം രൂപ വെച്ച് നമുക്ക് പിൻവലിക്കാനാണ് സാധിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ 3 കോടി രൂപ ഒരാൾ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ അയാൾ ആവറേജ് അയാളുടെ ഒരു യൂണിറ്റ് വില വന്നിട്ടുള്ളത് 100 ആണ് എന്ന് കരുതുക. ജനുവരി 1-ാം തീയതി 100 രൂപയുള്ള 3 ലക്ഷം യൂണിറ്റുകൾ ചേർന്നിട്ടാണ് അദ്ദേഹത്തിന് 3 കോടി രൂപ ആളുടെ ഈ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടിലുള്ളത് എന്ന് കരുതുക. മാസത്തേക്കുള്ള ചെലവിനുള്ള തുക 1 ലക്ഷം രൂപയാണല്ലോ. ആ 1 ലക്ഷം രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് പിൻവലിക്കണം? 1 ലക്ഷം ഡിവൈഡഡ് ബൈ അന്നത്തെ യൂണിറ്റ് വില 100 ആണ്. അപ്പോൾ 1000 യൂണിറ്റ് പിൻവലിക്കണം. അങ്ങനെ 1000 യൂണിറ്റ് പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലെ ബാക്കിയുള്ള യൂണിറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,99,000 യൂണിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മ്യൂച്വൽ ഫണ്ടുകൾ നല്ലൊരു കാലഘട്ടത്തിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ 100 എന്നുള്ളത് 110 ആവുന്ന സമയത്താണ് എനിക്ക് അടുത്ത വിഡ്രോവൽ വേണ്ടി വരുന്നത് എന്നുണ്ടെങ്കിൽ 110 അടുത്ത വിഡ്രോവൽ ഉള്ള സമയത്ത്. ഇപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ വില 110 മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള 2,99,000 യൂണിറ്റുകൾക്കും 110 എന്നുള്ള വില കിട്ടുന്നതുകൊണ്ട് ഏകദേശം 3,28,00,000 അതിൻ്റെ വില വർദ്ധിച്ചു കാണും. ആ സമയത്ത് 1 ലക്ഷം രൂപ പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം ഡിവൈഡഡ് ബൈ 110, അതായത് 909 യൂണിറ്റുകൾ മാത്രം നമ്മൾ പിൻവലിച്ചാൽ മതിയോ. നമ്മൾക്ക് ബാക്കിയുള്ള യൂണിറ്റുകൾ എത്രയാണ് വരിക? 2,98,091 യൂണിറ്റുകൾ നമുക്ക് ആ ഫെബ്രുവരിയിൽ നമുക്ക് ബാലൻസ് ഉണ്ടാവും. ഇനി മാർച്ചിലേക്ക് പോയ സമയത്തും ഈ 110 എന്നുള്ളത് 120 മാറി എന്ന് കരുതുക. ഇത്രയും വലിയൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. 120 മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള 2,98,091 യൂണിറ്റുകൾക്ക് 120 രൂപ വെച്ച് കിട്ടുകയും ആ സമയത്ത് നമ്മളുടെ ബാലൻസായിട്ട് 3,56,00,000 മാറുകയും ചെയ്യും. അന്ന് ഇയാൾക്ക് 1 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷത്തിനെ അന്നത്തെ വിലയായിട്ടുള്ള 120 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന 833 യൂണിറ്റുകൾ മാത്രം മതി. അപ്പോൾ ആ 833 യൂണിറ്റുകൾ പിൻവലിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കിട്ടുകയും അയാളുടെ ബാലൻസ് യൂണിറ്റുകളുടെ അളവ് 2,97,258 യൂണിറ്റുകളായിട്ട് മാറും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ എത്രയും കാലം നമ്മൾ കൂടുതൽ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലാഭം തന്നെ ഓരോ മാസവും ഉണ്ടാകുന്ന ലാഭം തന്നെ അതാത് സമയങ്ങളിലെ ചെലവിന് വേണ്ടിയിട്ട് എടുക്കുന്ന പൈസയെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഈ ഉദാഹരണം പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് 3 കോടിയാണ് എന്നുണ്ടെങ്കിൽ ഉദാഹരണം അവസാനിക്കുന്ന സമയത്ത് 3.5 കോടിയായി. അത്രയും വലിയൊരു വ്യത്യാസം ഉണ്ടാവില്ല എന്നുണ്ടെങ്കിലും നമുക്ക്
ഒരു തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു ലാഭമൊക്കെ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വർക്ക് ചെയ്യുന്നത്. അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്ന ഫണ്ടുകൾ, നിങ്ങൾക്ക് ഏത് ഫണ്ട് യൂസ് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള സജഷനൊക്കെ നമ്മളുടെ ഒരു ഡിസ്കഷൻ രൂപത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അതോടൊപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകൾ കൂടെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.